നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് കണ്ടിന്യൂറ്റിയുടെ അൾജിബ്ര വരെ ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ഉപയോഗിച്ച് അല്ലെങ്കിൽ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻസിൻ്റെ കണ്ടിന്യൂറ്റി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ മെട്രിക് സ്പേസ്? That we are going to state. Let us given a metric space X, then a function capital F or small f defined on this space which is Rk valued, means its codomain is the k dimensional Euclidean space Rk. Therefore every image consists of a k tuple. That means f of x can be identified as a k tuple, f1 of x, f2 of x, etc. fk of x for each point x in x. ഓക്കെ, അപ്പോൾ എക്സിൽ ഏതൊരു പോയിൻറ്റിനെയും ബേസ് ചെയ്തുകൊണ്ട് എഫ് ഓഫ് എക്സിനെ ഒരു കെ ട്രിപ്പിൾ ഫോമാറ്റിൽ എഴുതാം. നോട്ട് ദാറ്റ് ഈച്ച് കമ്പോണൻറ്റ് മസ്റ്റ് ബി എ റിയൽ നമ്പർ ബിക്കോസ് ആർ കെ മീൻസ് ആർ ക്രോസ് കെ ടൈംസ്. സോ കമ്പോണൻറ്റ് മസ്റ്റ് ബി റിയൽ നമ്പേഴ്സ്. നോട്ട് ദാറ്റ് these components can be identified in terms of a function. That means first component f1 of x or some value can be identified as the image of a function f1. That means f1 from x into r defined by f1 of x equal to some b1, then f of x is equal to the b1 comma b2 comma etc bk എന്ന് എഴുതാം. അതായത് നമുക്ക് ഫസ്റ്റ് കമ്പോണൻറ്റിന് b1 ആണ് പേര് കൊടുക്കുന്നതെങ്കിൽ ആ b1 ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും f1 ഫ്രം എക്സ് ടു ആർ. ഇതുപോലെ സെക്കൻഡ് കമ്പോണൻറ്റ് b2 എന്ന പേരിലാണെങ്കിൽ, ഇവിടെ ഇതിനകത്ത് എഴുതിയിട്ടില്ല, b2 എന്ന പേരിലാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടി ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം f2 ഫ്രം എക്സ് ഇൻ ടു ആർ ഡിഫൈൻഡ് ബൈ f2 ഓഫ് എക്സ് ഈക്വൽ ടു b2. അപ്പോൾ ഓരോ കമ്പോണൻറ്റിനെയും നമുക്ക് ഓരോ ഫംഗ്ഷൻ്റെ ഇമേജ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ദാറ്റ് മീൻസ് കറസ്പോണ്ടിങ് ടു എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ f we can identify k component functions. First component function, second component function, etc. k component function. Note that each of the component function is also a function on x which is real valued. എക്സിൽ നിന്ന് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻസ് ആയിരിക്കും, പക്ഷേ അവരൊക്കെ റിയൽ വാല്യൂഡ് ആയിരിക്കും. അപ്പോൾ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഉണ്ടാവാൻ വേണ്ടി കുറേ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കണമെന്നാണ് ഓർക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഈ f1 f2 എക്സെട്ര എഫ് കെ നമ്മൾ വിളിക്കുന്നത് കമ്പോണൻറ്റ് ഫംഗ്ഷൻസ് ഓഫ് ദി വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഡൊമൈനും കോഡൊമൈനും ശ്രദ്ധിക്കുക. എഫ് ഫ്രം എക്സ് ടു ആർ കെ ആണ്, എഫ് ഐസ് ഫ്രം ഓർ എഫ് ജെസ് ഫ്രം എക്സ് ഇൻ ടു ആർ ആയിരിക്കും. ഓക്കെ, ഇനി ഈ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ബേസ് ചെയ്തിരിക്കുന്നത് ആക്ച്വലി കമ്പോണൻസിൻ്റെ കണ്ടിന്യൂറ്റിയുമായി ബന്ധപ്പെട്ടാണ്. എഫ് എന്ന ഫംഗ്ഷൻ വെക്ടർ വാല്യൂഡ് ആണ്, അത് കണ്ടിന്യൂസ് ആണ്, മീൻസ് അതിൻ്റെ ഈച്ച് കമ്പോണൻറ്റ് മസ്റ്റ് ബി കണ്ടിന്യൂസ്. അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യാരക്ടറൈസേഷൻ ആണ്. ഓക്കെ, ഇനി രണ്ട് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണെങ്കിൽ ദർ സം ദർ സ്കാലർ പ്രോഡക്റ്റ് ഈസ് ആൾസോ കണ്ടിന്യൂസ്. അതായത് എഫ് എം ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് പ്ലസ് ജി കണ്ടിന്യൂസ് ആയിരിക്കും. സ്കാലാർ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് സി ഇൻറ്റു എഫ്. സി ഇസ് എ സ്കാലാർ ആണ്, ഒരു റിയൽ നമ്പറാണ്. സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡിഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് സി എഫ് വൺ ഓഫ് എക്സ് കോമ സി എഫ് ടു ഓഫ് എക്സ് കോമ എക്സെട്ര സി എഫ് കെ ഓഫ് എക്സ്, ഒരു കെ ട്രിപ്പിൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ സം ചെയ്യുമ്പോഴും കമ്പോണൻറ്റ് വൈസ് സം ചെയ്യുക എന്നുള്ള ആ ഒരു ഐഡിയ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോട്ട് ചെയ്യേണ്ടത് ഈ സമ്മും സ്കാലാർ മൾട്ടിപ്പിളും എഗെയിൻ കണ്ടിന്യൂറ്റി തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് സെറ്റ് ഓഫ് ആൾ കണ്ടിന്യൂസ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ് ഓൺ എക്സ് മസ്റ്റ് ഫോം എ വെക്ടർ സ്പേസ് ഓവർ ആർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരം കളക്ഷൻസ് ഒരു വെക്ടർ സ്പേസ് ഫോം ചെയ്യണമെങ്കിൽ നമുക്കറിയാം ആദ്യം അഡീഷൻ ക്ലോസിലായിരിക്കണം, സ്കാലാർ മൾട്ടിപ്ലിക്കേഷനെയും ക്ലോഷർ പ്രോപ്പർട്ടി വേണം. അത് രണ്ടും ഉണ്ട്. പിന്നീട് കമ്മ്യൂട്ടേറ്റിവിറ്റി, അസോസിയേറ്റിവിറ്റി, അതുപോലെ എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഇനി ഒരു പുതിയ ഡെഫിനേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള തന്നെയാണ് ഡോട്ട് പ്രൊഡക്റ്റ്. രണ്ട് വെക്റ്റേഴ്സിനാണ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് പറയുക, നമ്പേഴ്സിന് ഡോട്ട് പ്രൊഡക്റ്റ് പറയാറില്ല. കാരണം നമ്പറിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് മൾട്ടിപ്പിൾ തന്നെയാണ്. അപ്പോൾ വെക്ടറിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോണൻറ്റ് വൈസ് മൾട്ടിപ്പിൾ ചെയ്ത് ആഡ് ചെയ്യുക എന്നാണ് ഡോട്ട് പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എഫ് ആൻഡ് ജി ആർ ടു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസ് ഓൺ എക്സ്, ദെൻ എഫ് ഡോട്ട് ജി ഈസ് എ സ്കാലാർ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കും. കാരണം എഫ് ഡോട്ട് ജി ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ബൈ എങ്ങനെയാണ് എഫ് വൺ ഓഫ് എക്സ് ഇൻറ്റു ജി വൺ ഓഫ് എക്സ് പ്ലസ് എഫ് ടു ഓഫ് എക്സ് ഇൻറ്റു ജി ടു ഓഫ് എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് എഫ് കെ ഓഫ് എക്സ് ഇൻറ്റു ജി കെ ഓഫ് എക്സ്. നോട്ട് ദാറ്റ് ഈച്ച് കമ്പോണൻറ്റ്സ് ഓഫ് എഫ് ആൻഡ് ജി ആർ റിയൽ വാല്യൂഡ്. സോ ദർ പ്രൊഡക്റ്റ് ആൻഡ് സം മസ്റ്റ് ബി റിയൽ ആയിരിക്കും.
സോ എഫ് ഡോട്ട് ജി എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന F1 G1 പ്ലസ് F2 G2 പ്ലസ് എക്സെട്ര എഫ് കെ ജി കെ. ദാറ്റ് മീൻസ് സിഗ്മ ജെ വേരീസ് ഫ്രം 1 to k Fi into Ga. ഇറ്റ് മസ്റ്റ് ബി എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഡോട്ട് ജി എന്ന് പറയുന്നത് റിയൽ വാല്യൂഡ് ആയതുകൊണ്ട് അതിൻ്റെ ഡൊമൈൻ എക്സും കോഡൊമൈൻ ആറായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്കറിയാം കമ്പോണൻസ് കണ്ടിന്യൂസ് ആയിരിക്കും. ഇപ്പോൾ F1ഉം G1ഉം F2 G2 ഒക്കെ കണ്ടിന്യൂസ് ആണ്. ദ പ്രൊഡക്റ്റും കണ്ടിന്യൂസ് ആയിരിക്കും, സമ്മും കണ്ടിന്യൂസ് ആയിരിക്കും. ദെർഫോർ എഫ് ഡോട്ട് ജി മസ്റ്റ് ബി കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് ഈസ് ആൾസോ കണ്ടിന്യൂസ്. നോട്ട് ദാറ്റ് എഫ് ആൻഡ് ജി ആർ വെക്ടർ വാല്യൂഡ് ബട്ട് ദ ഡോട്ട് പ്രൊഡക്റ്റ് മസ്റ്റ് ബി എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓൺ എക്സ്. ഇനി ഇതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട ഒരു റിസൾട്ടാണ് നോം എഫ്. നോം എഫ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സെറ്റ് ഓഫ് ആൾ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഫോം എ വെക്ടർ സ്പേസ് ആണെന്നറിയാം. ആ വെക്ടർ സ്പേസിൻ്റെ ഒറിജിൻ അല്ലെങ്കിൽ അഡിറ്റീവ് ഐഡൻറ്റിറ്റി പറഞ്ഞാൽ സീറോ ഫംഗ്ഷൻ ആയിരിക്കും. സീറോ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ, അത് എല്ലാ കമ്പോണൻറ്റും സീറോയിലേക്ക് പോവുക. ആ ഫംഗ്ഷനും ഈ എഫ് നമ്മളുടെ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ നോം എഫ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോം എഫിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റൂട്ട് ഓഫ് F1 സ്ക്വയർ പ്ലസ് F2 സ്ക്വയർ പ്ലസ് എക്സെട്ര FK സ്ക്വയർ എന്നാണ്. ഇപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സാണ് അല്ലെങ്കിൽ ഓർഡേഡ് പെയർ എ ബിയുടെ നോം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ എന്ന് പറയുന്ന അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഒരു തിയറമാണ് ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി, അതുപോലെ അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ കണ്ടിന്യൂറ്റിയും കാര്യങ്ങളെല്ലാം പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എ പറയുന്നത് F1 F2 എക്സെട്ര FK ആർ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആൻഡ് ദേ ആർ ദ കമ്പോണൻറ്റ്സ് ഓഫ് അവർ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ F. Then F is continuous if and only if each component is continuous. തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, അതുപോലെ എഫും ജിയും രണ്ട് കണ്ടിന്യൂസ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ എന്താണെങ്കിൽ ദർ സം ആൻഡ് ദ ഡോട്ട് പ്രൊഡക്റ്റ് ദർ സ്കാലാർ മൾട്ടിപ്പിൾസ് ഒക്കെ എന്തുതന്നെയായിരിക്കും കണ്ടിന്യൂസ് ആയിരിക്കും. ഈ F1 F2 എക്സെട്ര FK കമ്പോണൻസ് എന്ന് വിളിക്കുന്നതും അതുപോലെ F പ്ലസ് ജി വെക്ടർ വാല്യൂഡ് ആയിരിക്കും ബട്ട് F ഡോട്ട് ജി റിയൽ വാല്യൂഡ് അല്ലെങ്കിൽ സ്കാലാർ വാല്യൂഡ് ആയിരിക്കും എന്നുള്ള കാര്യം തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു. ഇതിൻ്റെ പ്രൂഫ് വളരെ ഈസിയാണ്. എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ എഫിൻ്റെ ഡെഫിനിഷൻ പ്രകാരം അത് ഓരോ പോയിന്റിലും കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് ഇപ്പോൾ എക്സ് നോട്ട് എലമെൻറ്റ് ഓഫ് എക്സിൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ പറയുന്നത് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് നോം, ഇവിടെ മോഡല്ല ഡിസ്റ്റൻസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോം എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് എക്സ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ. ഇവിടെ ക്യാപിറ്റൽ എക്സ് മെട്രിക് സ്പേസ് ആയതുകൊണ്ടാണ് അവിടെ ഡി യൂസ് ചെയ്തത്. ഓക്കെ, പക്ഷേ നമുക്ക് നോമിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നറിയാം. മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് പറഞ്ഞാൽ മെയിൻ ചെയ്യുന്നത് റൂട്ട് ഓഫ് F1 ഓഫ് എക്സ് മൈനസ് F1 ഓഫ് എക്സ് നോട്ട് ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് FK ഓഫ് എക്സ് മൈനസ് FK ഓഫ് എക്സ് നോട്ട് ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നോമിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് ക്യാൻസലായി പോകും നമുക്കറിയാം. ഓക്കെ, ഇനി പ്രത്യേകം നോട്ട് ചെയ്യുക, ഈ നോമിൻ്റെ സ്ക്വയറിൽ വരുന്ന ഓരോ ടേമുകളും അത് കമ്പോണൻറ്റ് കെ കമ്പോണൻസ് ആണ് വരുന്നത്. ഓരോ ടേം ഈച്ച് ടേം ഈസ് എ സ്ക്വയർ ഓഫ് റിയൽ നമ്പർ. സ്ക്വയർ ഓഫ് എ റിയൽ നമ്പർ ഈസ് ആൾവേസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആയിരിക്കും അല്ലേ. അപ്പോൾ ഓരോ ടേമും ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് ടോട്ടൽ സം എന്തായാലും ഇൻഡിവിജ്വൽ സം ഓരോ ടേമിനേക്കാളും വലുതായിരിക്കും. ദാറ്റ് മീൻസ് മോഡ് Fi ഓഫ് എക്സ് മൈനസ് Fi ഓഫ് എക്സ് സ്ക്വയർ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് F ഓഫ് എക്സ് മൈനസ് F ഓഫ് എക്സ് നോട്ട് സ്ക്വയർ ആയിരിക്കും. സ്ക്വയേഴ്സൊക്കെ ക്യാൻസൽ ചെയ്ത് പോകുകയാണെങ്കിൽ അതിൻ്റെ താഴെയുള്ള കേസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. മോഡ് Fi ഓഫ് എക്സ് മൈനസ് Fi ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ ഈക്വൽ ടു മോഡ് F ഓഫ് എക്സ് മൈനസ് F ഓഫ് എക്സ് നോട്ട്. ദിസ് ഈസ് ട്രൂ ഫോർ എവരി I വേരീസ് ഫ്രം 1 to k എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒറ്റ കണ്ടീഷൻ ഉപയോഗിച്ച് തന്നെ ഇപ്പോൾ F ഓഫ് എക്സ് മൈനസ് F ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ ഈച്ച് കമ്പോണൻറ്റ് വാല്യൂം ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും വെൻ എവർ ഡി എക്സ് ഓഫ് എക്സ് വിത്ത് എക്സ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ. അതിനർത്ഥം എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഐസ് കണ്ടിന്യൂസ് ആവും. ഇനി എല്ലാ എഫ് ഐസും കണ്ടിന്യൂസ് ആണെങ്കിൽ ഈച്ച് ടേം ലെസ് ദാൻ സം എപ്സിലോൺ ബൈ കെ എന്ന് നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. അത്രയാണ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച് എപ്സിലോണിനെ ചൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എപ്സിലോൺ ബൈ കെ ടൈംസ് ആഡ് ചെയ്യുമ്പോൾ എപ്സിലോൺ തന്നെ കിട്ടും. അപ്പം മോഡ് F ഓഫ് എക്സ് മൈനസ് F ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റ് എ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ നോട്ടിൽ എഴുതിയതിൽ ചെറു എററുണ്ട്. മോഡ് F ഓഫ് എക്സ് മൈനസ് F ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ ഡി എക്സ് ഓഫ് എക്സ് വിത്ത് എക്സ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ഇഫ് ആൻഡ് ഓൺലി ഇഫ് മോഡ് Fi ഓഫ് എക്സ് മൈനസ് Fi ഓഫ് എക്സ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ ഇതിന് വരാൻ വേണമെങ്കിൽ എപ്സിലോൺ ബൈ കെ വെൻ എവർ ഡി എക്സ് ഓഫ് എക്സ് വിത്ത് എക്സ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ എന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അടുത്തതും സാറ്റിസ്ഫൈ ചെയ്യും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആയിട്ട് ഇഫ് ഇംപ്ലൈസ് എന്ന് പറയുന്നതിന് പകരം ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അപ്പോൾ ഇവിടെ വൺ സൈഡാണ് പ്രൂവ് ചെയ്തിട്ടുള്ളത്. F ഈസ് കണ്ടിന്യൂസ് ഓൺ എക്സ് ആണെങ്കിൽ Fi ഈസ് കണ്ടിന്യൂസ് ഓൺ എക്സ് എന്ന് കിട്ടും. കോൺവേഴ്സ് പാർട്ടും ഇതുപോലെ തിരിച്ചങ്ങ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു മാപ്പിംഗ് ആണ് പ്രൊജക്ഷൻ മാപ്പിംഗ്. ഒരു സബ്ജക്റ്റീവ് കണ്ടിന്യൂസ് മാപ്പാണ് പ്രൊജക്ഷൻ മാപ്പിംഗ്. എന്താ പ്രൊജക്ഷൻ മാപ്പിംഗ് എന്ന് പറയാം. ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ലീനിയർ ആൾജിബ്രയിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ T ഫ്രം R2 to R ഡിഫൈൻഡ് ബൈ
ടി ഓഫ് ഓർഡേഡ് പെയർ എക്സ് വൈ ഇസ് ഈക്വൽ ടു ഒന്നില്ലെങ്കിൽ എക്സ് എന്ന് കൊടുക്കുക അല്ലെങ്കിൽ വൈ എന്ന് കൊടുക്കുക. ഫസ്റ്റ് കമ്പോണൻറ്റിലേക്ക് മാപ്പ് ചെയ്യുക അല്ലെങ്കിൽ സെക്കൻഡ് കമ്പോണൻറ്റിലേക്ക് മാപ്പ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കമ്പോണൻറ്റിലേക്ക് മാപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഇവിടെ 5i 1 എന്ന് വിളിക്കും. അതായത് 5 ഓഫ് x1 x2 എക്സെട്ര എക്സ് കെ ഈക്വൽ ടു xi എന്നാണ് കൊടുത്തത്. അപ്പോൾ 5i ആണെങ്കിൽ xi കൊടുക്കും, 5 ആണെങ്കിൽ x1ലേക്ക് മാപ്പ് ചെയ്യും, 5 ആണെങ്കിൽ x2ലേക്ക് മാപ്പ് ചെയ്യും, 5 എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ x3ലേക്ക് മാപ്പ് ചെയ്യും. അപ്പോൾ ഇതിനെ കമ്പോണൻറ്റിലേക്ക് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോർഡിനേറ്റിലേക്ക് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് വിളിക്കുക. അതുകൊണ്ടാണ് ഇതിനെ കോർഡിനേറ്റ് ഫംഗ്ഷൻ എന്നോ അല്ലെങ്കിൽ പ്രൊജക്ഷൻ മാപ്പ് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു ഓർഡർ ട്രിപ്ലറ്റ് എ ബി സിയിൽ ഫസ്റ്റ് കമ്പോണൻ്റ് ആയിട്ടുള്ള എയിലേക്ക് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ അത് ഫസ്റ്റ് കോർഡിനേറ്റ് ഫംഗ്ഷൻ, അതുപോലെ സെക്കൻഡ് കോർഡിനേറ്റ് തേർഡ് കോർഡിനേറ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പ്രൊജക്ഷൻ മാപ്പ് എല്ലായ്പ്പോഴും കണ്ടിന്യൂസ് മാപ്പിംഗ് ആയിരിക്കുമെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ അതിൻ്റെ പ്രൂഫ് വളരെ ഈസി ഒരു പ്രൂഫാണ്. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്തു ടേക്ക് ഡെൽറ്റ ഈക്വൽ ടു എപ്സിലോൺ നമ്മൾ എടുക്കുകയാണ്. കാരണം അത് ഡയറക്റ്റ് ആൻസർ കിട്ടുന്നതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. എക്സും വൈയും നമ്മൾ ആർ കെയിലുള്ള രണ്ട് വെക്റ്റേഴ്സാണ്. എക്സ് ഈക്വൽ ടു x1 x2 എക്സെട്ര എക്സ് കെ ആൻഡ് വൈ ഈക്വൽ ടു y1 y2 എക്സെട്ര വൈ കെ. അവിടെ ഇനി ഈച്ച് കമ്പോണൻറ്റ് വൈസ് ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണെങ്കിൽ നോം x മൈനസ് വൈ ഈക്വൽ ടു ബൈ ഡെഫിനേഷൻ എന്താ റൂട്ട് ഓഫ് x1 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് x2 മൈനസ് y2 ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര എക്സ് കെ മൈനസ് വൈ കെ ഹോൾ സ്ക്വയർ. അത് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ സ്ക്വയർ ലെസ് ദാൻ ഡെൽറ്റ സ്ക്വയർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈച്ച് കമ്പോണൻറ്റിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മ് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ഓരോ കമ്പോണൻറ്റും ഡെൽറ്റ സ്ക്വയറിനേക്കാൾ കുറവായിരിക്കും. നമുക്കറിയാം സ്ക്വയർ ഓഫ് എ റിയൽ നമ്പർ ഈസ് ആൾവേസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്നുള്ള കൺസെപ്റ്റാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കെ കമ്പോണൻറ്റ്സ് സ്ക്വയേഴ്സ് എൻ്റെ സമ്മ് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ഓരോ സ്ക്വയറും ലെസ് ദാൻ ഡെൽറ്റ സ്ക്വയർ ആയിരിക്കും അല്ലേ. ലെസ് അവിടെ ഒരു എററുണ്ട്, ഇടയിൽ ഒരു സ്റ്റെപ്പിൽ ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കുന്നത് ആക്ച്വലി അത് ലെസ് ദാൻ ഡെൽറ്റ സ്ക്വയർ ആണ് കേട്ടോ. അപ്പോൾ മോഡ് xi മൈനസ് വൈ ഐ ലെസ് ദാൻ ഡെൽറ്റ എന്ന് കിട്ടും. ദിസ് ഇസ് ട്രൂ ഫോർ എവരി ഐ വേരിയസ് ഫ്രം 1 to k. ഇനി അതെന്താണ് മോഡ് 5i ഓഫ് x മൈനസ് 5i ഓഫ് y ലെസ് ദാൻ ഡെൽറ്റ, ബട്ട് ഡെൽറ്റ ഈക്വൽ ടു എപ്സിലോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് xiയും yഐയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ കറസ്പോണ്ടിങ് 5i ഓഫ് എക്സും 5i ഓഫ് വൈയും തമ്മിലുള്ള ദൂരം ലെസ് ദാൻ എപ്സിലോൺ കിട്ടുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ കമ്പോണൻറ്റ് ഫംഗ്ഷൻ നമുക്ക് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. കാരണം നോം x മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ ഇവിടെ ഒരു എററാണ് മക്കളെ. ഇതിനകത്ത് ആക്ച്വലി ഇതിൻ്റെ ഡൊമൈനിൽ ഡിസ്റ്റൻസ്, ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആർ കെയിലെ ഡിസ്റ്റൻസ് ആണ്. നോം x മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ കറസ്പോണ്ടിങ് നോം 5i ഓഫ് x മൈനസ് 5i ഓഫ് y ലെസ് ദാൻ എപ്സിലോൺ കിട്ടണം. ഇത് ലാസ്റ്റ് സെൻറ്റൻസ് എററാണ്. വെൻ എവർ നോം x മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ആ നോം x മൈനസ് വൈ ലെസ് ദാൻ കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ അതിനകത്ത് എററുണ്ട്, അത് കറക്റ്റ് ചെയ്യണം. അപ്പം മോഡാണ് ഇവിടെ മോഡ് 5i ഓഫ് x മൈനസ് 5i ഓഫ് y. കാരണം 5i ഫ്രം അപ്പം എവിടേക്കാണ് വരുന്നത് നോക്കാം, ആർ കെയിൽ നിന്ന് ആറിലേക്കാണ്. 5 അല്ല ആക്ച്വലി അവിടെ 5i ആണെന്ന് ഓർക്കുക കേട്ടോ. 5i ഫ്രം ആർ കെ ടു ആർ ആണ്. അപ്പോൾ മോഡ് 5i ഓഫ് x മൈനസ് 5i ഓഫ് y ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ നോം x മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ ആണ് കിട്ടേണ്ടത്. നോം x മൈനസ് വൈ ആണ്, അതിനകത്ത് എററുണ്ട്. നോം xi മൈനസ് 5i അല്ല. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ അത്ര സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതല്ല, വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഒരു പ്രൊജക്ഷൻ മാപ്പ് എല്ലായ്പ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് പറയുന്നത്. ഇനി ഈ പ്രൊജക്ഷൻ മാപ്പിൻ്റെ കൺസെപ്റ്റ് പോലെ തന്നെയാണ് ഇനി ഈ പ്രൊജക്ഷൻ മാപ്പ് യൂസ് ചെയ്തിട്ട് അത്തരം പ്രൊജക്ഷൻ മാപ്പുകൾസിൻ്റെ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ പവേഴ്സായിട്ട് എടുക്കുന്ന മോണോമിയൽ ഫങ്ഷൻസ് ഓൺ ആർ കെ. അപ്പോൾ ഒരു ഫംഗ്ഷൻ 5 ഫ്രം ആർ കെ ഇൻ ടു ആർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെ നോക്കാം. 5 ഓഫ് x1 x2 എക്സെട്ര എക്സ് കെ ഈക്വൽ ടു x1 റേസ് ടു n1 ഇൻറ്റു x2 റേസ് ടു n2 ഇൻറ്റു എക്സെട്ര എക്സ് കെ റേസ് ടു nk. ഇതിൽ ഒറ്റ ടേമേ ഉള്ളൂ, സം ചെയ്യുമ്പോൾ ഒരു ടേം മാത്രമേ ഉള്ളൂ. പക്ഷേ ഓരോ ടേമിലും x1 x2 എക്സെട്ര എക്സ് കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ എല്ലാം പവേഴ്സും വരുന്നുണ്ട്. ആ പവേഴ്സ് വേണമെങ്കിൽ 0 പവേഴ്സ് ആവാം. അപ്പോൾ n1 n2 ഒക്കെ വേണമെങ്കിൽ എന്താവാം, 0 വേണമെങ്കിലാവാം. അപ്പോൾ ഈ ഫംഗ്ഷനെ മോണോമിയൽ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ശ്രദ്ധിക്കുക, ഇവിടെ x1 റേസ് ടു n1 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 5 റേസ് ടു n1 ആണ്, അടുത്തത് 5 റേസ് ടു n2 ആണ്, ലാസ്റ്റ് വൺ 5k റേസ് ടു nk ആണ്. 5i's ഒക്കെ പ്രൊജക്ഷൻ മാപ്പുകളെല്ലാം കണ്ടിന്യൂസ് ആണ്. സ്വാഭാവികമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 5 അതിൻ്റെ പ്രോഡക്റ്റായിട്ട് എടുക്കുന്നതുകൊണ്ട് അതും കണ്ടിന്യൂസ്. അപ്പം മോണോമിയൽ ഫംഗ്ഷൻസൊക്കെ എല്ലായ്പ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി മോണോമിയൽസിന് സം ചെയ്തും സ്കേലാർ മൾട്ടിപ്പിൾ കോമ്പിനേഷനും കൂടി എടുക്കുന്നതിനെയാണ് പോളിനോമിയൽ ഫംഗ്ഷൻ ഇൻ ആർ കെ. അപ്പോൾ ഒരു വെക്റ്റർ വാല്യൂഡ് പോളിനോമിയൽ ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത് സാധാരണ നിങ്ങൾ പഠിച്ചിട്ടുള്ള പോളിനോമിയൽ ഒരു വേരിയബിൾ ഉണ്ടാവുള്ളൂ, ഇവിടെ k വേരിയബിൾസ് ഉണ്ടാവും, x1 x2 എക്സെട്ര xk എന്നുള്ളത്.
ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സാധാരണ പാർഷ്യൽ ഡിഫറൻസിയേഷനിലേക്ക് പഠിച്ചപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ രണ്ട് വേരിയബിളിലുള്ളൊരു പോളിനോമിയലാണ്. എക്സും വൈയും വരുന്ന ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. ഓക്കെ, ഒറ്റ ടേം മാത്രം വരികയാണെങ്കിൽ മോണോമിയൽ ഫംഗ്ഷൻ ആയിരിക്കും. ഇപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ അതൊരു മോണോമിയൽ ഫംഗ്ഷൻ ആയിരിക്കും. തൊട്ട് മുകളിലുള്ള 5 ആയിരിക്കും. ഇനി ഇപ്പോൾ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് 2xy എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. അതാണ് ഈ പി എന്ന് പറയുന്നത്. അപ്പോൾ മോണോമിയൽസ് കണ്ടിന്യൂസ് ആവാൻ കാരണം പ്രൊജക്ഷൻ മാപ്പ് കണ്ടിന്യൂസ് ആവുന്നതുകൊണ്ട് അതിൻ്റെ പവേഴ്സായിട്ട് എടുക്കുകയും മൾട്ടിപ്പിൾ ചെയ്തെടുക്കുകയും ചെയ്തിട്ടുള്ള മോണോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. സ്വാഭാവികമായിട്ട് അതാണെങ്കിൽ പോളിനോമിയൽ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രസിദ്ധമായ റിസൾട്ടാണ് ഈ ആർ കെയിൽ നിന്ന് ആറിലേക്ക് പോകുന്ന, അതായത് നമുക്കിപ്പോൾ പ്രൊജക്ഷൻ മാപ്പ് പറയുന്നത് പോലെ തന്നെ പ്രസിദ്ധമായ ഒരു മാപ്പാണ് നോം മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോം ഫ്രം ആർ കെ ഇൻറ്റു ആർ ഡിഫൈൻഡ് ബൈ ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നോം എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും ഇതുപോലെ കണ്ടിന്യൂസ് ആയിരിക്കും. അതിൻ്റെ നോമിൻ്റെ കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടാണ്. നോം എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ ആവുമ്പോൾ ആർ കെയിലുള്ള രണ്ട് വെക്റ്റേഴ്സ് എടുത്തു, എക്സും വൈയും. നോം എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് മോഡ് ഫൈ ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് വൈ ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് കിട്ടേണ്ടത്. ഓക്കെ, പക്ഷേ നമുക്കറിയാം നോം എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ ഇംപ്ലൈസ് മോഡ്ലെസ് ഓഫ് നോം എക്സ് മൈനസ് നോം വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് മൈനസ് വൈ. ഇത് ട്രയാങ്കിൾ ഇനീക്വാളിറ്റിയുടെ ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, നിങ്ങൾ ലീനിയർ ആൾജിബ്രയിലും പഠിക്കുന്നതാണ്, കോംപ്ലക്സിലും റിയലിലും എല്ലാം വരുന്നതാണ്. അപ്പം മോഡ്ലെസ് ഓഫ് നോം എക്സ് മൈനസ് നോം വൈ ലെസ് ആർ ഈക്വൽ ടു നോം എക്സ് മൈനസ് വൈ. ഇനി നോം എക്സ് എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് എക്സ് ആണ്, നോം വൈ എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് വൈ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മോഡ് ഫൈ ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് വൈ ലെസ് ദാൻ ഡെൽറ്റ കിട്ടുന്നു. അപ്പോൾ ചൂസ് എപ്സിലോൺ ഈക്വൽ ടു ഡെൽറ്റ എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടി? മോഡ് എഫ് ഫൈ ഓഫ് എക്സ് മൈനസ് ഫൈ ഓഫ് വൈ ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ നോം എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ. ദാറ്റ് മീൻസ് ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ നോം എക്സ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അടുത്ത റിസൾട്ടാണ് എഫ് ഫ്രം എക്സ് ഇൻ ടു ആർ കെ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനാണ് സ്മോൾ എഫ് എന്ന് വിചാരിക്കുക. ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് സ്മോൾ എഫ് എങ്കിൽ അതിൻ്റെ നോം ഫംഗ്ഷൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക? എക്സിൽ നിന്ന് ആറിലേക്കായിരിക്കും. എഫ് ഫ്രം എക്സ് ഇൻ ടു ആർ കെ കണ്ടിന്യൂസ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിൽ കറസ്പോണ്ടിങ് നോം വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ്റെ നോം എഫ് എന്ന് പറയുന്നത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? എക്സിൽ നിന്ന് ആറിലേക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇനി എഫ് വെക്ടർ വാല്യൂഡ് ആയതുകൊണ്ട് അതിന് കെ കമ്പോണൻസ് ഉണ്ടാവും. അപ്പോൾ നോം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോം ഓഫ് എഫ് ഓഫ് എക്സ്, നോമിനുള്ളിൽ എഫ് ഓഫ് എക്സ് ആണ്. നോം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തത് നോം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നോം ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഇനി നോം ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ ടുപ്പിളിൻ്റെ നോം എന്താണ്? എൻ ടുപ്പിളിൻ്റെ നോം എന്ന് പറഞ്ഞാൽ കമ്പോണൻസിൻ്റെ സ്ക്വയർ സം എടുത്ത് റൂട്ട് എടുക്കുക എന്നുള്ളതാണ്. ദ സ്ക്വയർ റൂട്ട് ഓഫ് ദി സ്ക്വയേഴ്സ് സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് കമ്പോണൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കൊടുത്തു. റൂട്ട് ഓഫ് എഫ് വൺ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് ടു ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എഫ് കെ ഓഫ് എക്സ് സ്ക്വയർ. ഇതുപോലെ നമുക്ക് ഇതിപ്പോൾ ആദ്യം എടുത്തിരിക്കുന്നത് എഫ് ഫ്രം എക്സ് ടു ആർ കെ ആണെങ്കിൽ അതിൻ്റെ നോമിൻ്റെ ഡെഫിനിഷനാണ്. ഇനി ഫൈ ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് കെ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു വിചാരിക്കുക. ആ ഫംഗ്ഷൻ്റെ നോം വാല്യൂ എന്താണെന്ന് നോക്കാം. ഓക്കെ, നോം ഫൈയുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ഫൈ കോമ്പോസിഷൻ ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഫൈ ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് കെ ഈക്വൽ ടു അത് ഐഡൻറ്റിറ്റിയിലേക്കാണ് മാപ്പ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻ പ്രകാരം അത് നോം എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് കെ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് വൺ സ്ക്വയർ പ്ലസ് എക്സ് ടു സ്ക്വയർ പ്ലസ് എക്സെട്ര എക്സ് കെ സ്ക്വയർ ആയിരിക്കും. ഫൈ എന്നൊരു ഫംഗ്ഷൻ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫൈ ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് കെ ഈക്വൽ ടു ഐഡൻറ്റിറ്റി മാപ്പല്ല നോം ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. ഫൈയുടെ നോം ഫൈ ഫ്രം ആർ കെ ഇൻറ്റു ആർ ഡിഫൈൻഡ് ബൈ ഫൈ ഓഫ് എക്സ് വൺ എക്സ് ടു എക്സ് ഈക്വൽ ടു നോം എക്സ് എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഈക്വൽ ടു എക്സ് വൺ എക്സ് ടു എക്സെട്ര ആണെങ്കിൽ ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നോം എക്സ് എന്നാണ് ആക്ച്വലി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫൈയും തൊട്ട് മുന്നേ ഡിഫൈൻ ചെയ്ത എഫും കൂടി കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നോക്കാം. ഫൈ കോമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എഫ് ഓഫ് എക്സ്. ഫൈ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എഫ് വൺ ഓഫ് എക്സ് എഫ് ടു ഓഫ് എക്സ് എക്സെട്ര എഫ് കെ ഓഫ് എക്സ്. പക്ഷേ ഫൈ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഉള്ളിലുള്ള വാല്യൂവിൻ്റെ നോമാണ്. നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നോം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എഫ് വൺ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എഫ് ടു സ്ക്വയർ ഓഫ് എക്സ് പ്ലസ് എക്സെട്ര എഫ് കെ സ്ക്വയർ ഓഫ് എക്സ്.
ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ആക്ച്വലി എന്താണ് റൂട്ട് ഓഫ് f1² + f2² + എക്സെട്ര fk² ആണ്. ഫോർ ഫൈവ് കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് നോം എഫ് ആണ് കിട്ടുന്നു. ശ്രദ്ധിക്കുക, എഫ് ഇവിടെ കണ്ടിന്യൂസ് ആണ്, വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന് കണ്ടിന്യൂറ്റി പറഞ്ഞിരുന്നു. അതുപോലെ ഫൈയും കണ്ടിന്യൂസ് ആണെങ്കിൽ നോം എഫും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നോം എഫ് കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ ഈ ഫൈയും എഫും കണ്ടിന്യൂസ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമല്ല, ഈസിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധാപൂർവം, അതായത് എന്താണ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ, അതിൻ്റെ കമ്പോണൻറ്റ്, അതിൻ്റെ നോം, അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ്, അതുപോലെ പ്രൊജക്ഷൻ ഫംഗ്ഷൻ, കമ്പോണൻറ്റ് കോർഡിനേറ്റ് ഫംഗ്ഷൻ, പ്രൊജക്ഷൻ ഫംഗ്ഷൻ, മോണോമിയൽ ഫംഗ്ഷൻ, ദെൻ പോളിനോമിയൽ ഫംഗ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കണം. താങ്ക് യു.